പ്രിയമുള്ളവരെ, ഈ പടച്ചവൻ എന്ന പടച്ച തമ്പുരാൻ നമ്മളെ എല്ലാ ഈ ഭൂമിയിലേക്ക് പടച്ചിങ്ങനെ വിട്ടപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ തന്ന ഒരു കാര്യമുണ്ട്. അതായത് അത് അത്യാഗ്രഹം തന്നെയാണ്. അത് എന്താണെന്ന് ഞാൻ പറയാം, എൻ്റെ കൂടെ വരൂ. അതുകൊണ്ട് തന്നെ അത് കേട്ട് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും സത്യമുണ്ട് എന്ന് തോന്നുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ നൽകാനും മറക്കരുത്. വഴിയിലൂടെ ഭാണ്ഡം നിറയെ ധാന്യമണികളുമായി കടന്നുപോയ യാത്രക്കാരൻ വഴിയിൽ വെച്ച് ഒരു ഭിക്ഷക്കാരനെ കാണുകയാണ്. ഭിക്ഷക്കാരൻ വിശന്ന് വലഞ്ഞ് കണ്ണിൽ ദയനീയമായ ഭാവത്തോടെ ഈ യാത്രക്കാരൻ്റെ മുമ്പിലേക്ക് തൻ്റെ ഭിക്ഷാപാത്രം നീട്ടിയപ്പോൾ അതിൽ നിന്നും ആ ഭാണ്ഡത്തിൽ കൈയിട്ട് ഒരു മണി ധാന്യം മാത്രം ഈ ഭിക്ഷാപാത്രത്തിൽ വെച്ചു കൊടുത്തു. ഭിക്ഷക്കാരനെ പ്രാഗിയും ശപിച്ചും ദുഷ്ടൻ, വൃത്തികെട്ടവൻ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് നടന്നുപോയി തൻ്റെ ഭാണ്ഡം മുഴുവൻ അഴിച്ച് തൻ്റെ മുറത്തിലേക്കിട്ടപ്പോൾ അതിൽ നിന്നും ഒരു സ്വർണ്ണമണി ഇങ്ങനെ തുള്ളിച്ചാടുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നിയൊരു വികാരമുണ്ട്. അതായത്, ഭഗവാനെ, ഞാൻ എൻ്റെ ഈ ധാന്യങ്ങൾ ആ ഭിക്ഷക്കാരന് വിശപ്പടക്കാൻ മാത്രമുള്ള ധാന്യം കൊടുത്തിരുന്നെങ്കിൽ അതെന്ത് നന്നായിരുന്നു എന്ന് തോന്നുന്നതിന് പകരം അയാൾ മനസ്സിൽ ഓർത്തു, ഈശ്വര, ഞാൻ എന്ത് വൃത്തികെട്ടവനാണ്, എന്ത് വിവരമില്ലാത്തവനാണ്. ഈ ധാന്യം മുഴുവൻ കൊടുത്തിരുന്നെങ്കിൽ ഇത് മുഴുവൻ സ്വർണ്ണമായി മാറി ഞാൻ പണക്കാരനാവുമായിരുന്നു എന്ന ആ ബോധം അയാളുടെ മനസ്സിലേക്ക് തുള്ളമ്പി വന്നപ്പോൾ ആ കണ്ണിൽ സ്ഫുരിക്കുന്ന ആ ജ്വാലയാണ് അത്യാഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങളെല്ലാം ആ മനുഷ്യനെ ഒന്ന് മനസ്സിലേക്ക് ഓർത്ത് നോക്കൂ. നമ്മൾ കൊടുക്കുന്നത് മാത്രമേ തിരിച്ചു കിട്ടൂ. അതായത്, നമ്മയൊക്കെ ബന്ധിച്ച സാധനം കർമ്മമെന്നോർക്കുക മുമ്പിനാൽ എന്ന ആ സത്വം നമ്മളെല്ലാം ഓർമ്മിച്ച് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.